എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഒരു സന്തോഷകരമായ വാർത്ത അറിയിക്കാനാണ് ഞാൻ ഈ സമയത്ത് ഈ ലൈവിൽ വന്നിട്ടുള്ളത്. ഈ നവംബർ 30 വത്തിക്കാനിൽ വെച്ച് ലോക സർവമത സമ്മേളനം നടക്കുകയാണ്. ശിവഗിരി മഠത്തിന്റെ നേതൃത്വത്തിൽ ശ്രീനാരായണ ഗുരു 100 വർഷങ്ങൾക്ക് മുമ്പ് ആലുവയിൽ നടത്തിയ സർവമത സമ്മേളനത്തിന്റെ സെന്റനറി സെലിബ്രേഷനാണ്. അതിൽ പങ്കെടുക്കാനായിട്ട് ഞാൻ ഇന്ന് വത്തിക്കാനിലേക്ക് യാത്ര തിരിക്കുകയാണ്. എൻ്റെ സതീർത്ഥ്യൻ ഗോപു നന്ദലത്തും അതുപോലെ കേരളത്തിലെ ധാരാളം വ്യക്തികളും കൂടെയുണ്ട്. ഞാൻ നാളെ പുലർച്ചെ ഇവിടുന്ന് യാത്രയാകും. 30 വത്തിക്കാനിൽ വെച്ച് മാർപ്പാപ്പ അടക്കം സന്നിധരായിരിക്കുന്ന ധാരാളം വ്യക്തികളുടെ അവിടെ ഈ സർവമത സമ്മേളനത്തിലെ മതങ്ങൾ ഇടയിൽ ഒരുമിച്ച് ഉണ്ടാകേണ്ട ഐക്യത്തെക്കുറിച്ചും സമാധാനത്തെക്കുറിച്ചും 10 മിനിറ്റ് ഞാൻ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥന എനിക്ക് ആവശ്യമുണ്ട്. ഈ ലോകത്തിൽ എല്ലാ മനുഷ്യരും ഒന്നിച്ച് സഹോദരങ്ങളെപ്പോലെ കഴിയുന്ന ഒരു സമൂഹമായി മാറാൻ ആരാണ് ആഗ്രഹിക്കാത്തത്? അതിനാൽ ഈ ഒരു പ്രത്യേക കലുഷിതമായ കാലഘട്ടത്തിൽ ശിവഗിരി മഠം ഇതിൻ്റെ സെന്റനറി സെലിബ്രേഷൻ വത്തിക്കാനിൽ വെച്ച് നടക്കുമ്പോൾ എനിക്ക് അതിൽ പങ്കെടുക്കാൻ പറ്റുന്നു എന്നുള്ളത് വലിയ ദൈവാനുഗ്രഹമായിട്ട് ഞാൻ കണക്കാക്കുന്നു. നിങ്ങളെല്ലാവരും കൂടി ഉണ്ടാവണം കേട്ടോ. നമുക്ക് നമ്മുടെ കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാടാണെന്ന് ലോകത്തോട് വിളിച്ചു പറയണം. സഹോദരങ്ങളെപ്പോലെ കഴിയുന്ന, ചതിയില്ല, വഞ്ചനയില്ല, കള്ളമില്ല, പുളിയില്ല എന്നൊക്കെ ഓണത്തിൻ്റെ അന്ന് പാടുന്നില്ലേ, അതുപോലെ എല്ലാ മനുഷ്യരും ഓരോരുത്തരുടെയും വിശ്വാസങ്ങൾ കാത്തുപാലിച്ചുകൊണ്ട് തന്നെ നമ്മളെല്ലാം ഒരു കുടുംബത്തിലെ അംഗങ്ങളെ പോലെ കഴിയണ്ടോ വേണമെന്ന്. അതിനാൽ ഈ സമ്മേളനത്തിലേക്ക് പങ്കെടുക്കാനായിട്ട് എന്നെ ക്ഷണിച്ചതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഞങ്ങൾ 29 അവിടെ എത്തും. 30 വത്തിക്കാനിലാണ്. ഫുൾ ഡേ പ്രോഗ്രാമാണ്. അത് സിഖ്, മുസ്ലിം, ഹിന്ദു, ക്രിസ്ത്യൻ എല്ലാ മതത്തിൽപ്പെട്ടവരും അവിടെ സംസാരിക്കുന്നുണ്ട്. ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവിതം കൊണ്ട് നമ്മുടെ ലോകത്തിനും കേരളത്തിനും കിട്ടിയ ആ ഒരു മാനവികതയുടെ, മതേതരത്വത്തിൻ്റെ ആ വലിയ മൂല്യങ്ങളെ 100 വർഷം കഴിഞ്ഞ് അത് വത്തിക്കാനിൽ വെച്ച് നമ്മൾ പ്രഘോഷിക്കുമ്പോൾ അത് ലോകം ശ്രദ്ധിക്കപ്പെടും.